എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. മനോഹരമായ ഒരു തൃശ്ശൂർപൂരത്തിന്റെ ഭാഗമായിട്ട് ഒരു ലോഡ്ജിൽ നിന്നുള്ള ഒരു രംഗാണ് നമ്മുടെ കൊല നേട്. എല്ലാരും വരുവിൻ, ആസ്വദിപ്പിൻ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ യുവ ചെറുപ്പക്കാര് കാണിക്കുന്ന കോപ്രായങ്ങളാണ്. ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് വളരെ ദുഃഖമുണ്ട്. പിന്നെ നിനക്കൊരു ഉപദേശം ഞാൻ തരാം, ഫ്രീ ആയിട്ട്. പെമ്പിള്ളേരുടെ ജീവിതം എന്ന് പറഞ്ഞ ഒരു ഞാൻമേൽ കളിയാണ്. ഉറപ്പായിട്ടും 18 വയസ്സായി കാണും. മുട്ടി നിൽക്കുക തന്നെയായിരുന്നു, അങ്ങനെ തന്നെ പറയാം. കാണുന്ന പേരൻസിന്, ഈ യുവജനങ്ങളുടെ മാതാപിതാക്കൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അവിഹിതങ്ങൾ തന്നെ ഈ നാട്ടില്. കല്യാണം കഴിഞ്ഞ പെണ്ണ് വേറൊരാളുടെ അവിഹിതം, കല്യാണം കഴിഞ്ഞ ചെറുക്കൻ പഠിച്ചു ചെയ്ത പെണ്ണോട്ട് അവിഹിതം. ജനിച്ച അന്ന് മുതൽ നിനക്ക് ഭക്ഷണം നൽകി നിന്നെ ഈ രീതിയിൽ വളർത്തി വലുതാക്കി നിങ്ങളുടെ മാതാപിതാക്കളെ മറന്നിട്ട് ഈ കുട്ടികളെ തിരുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ എക്സൈസ് വകുപ്പ് നമ്മുടെ ഉദ്യോഗസ്ഥര് കൊഞ്ചം നേരം ഞാൻ ആളുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒരു പല കാര്യങ്ങളും നടക്കുന്നത് നമ്മുടെ നാട്ടില്. അപ്പൊ നിങ്ങളുടെ പല ശ്രദ്ധകളും കാര്യങ്ങളും വേണം. മയക്കുമരുന്നിനും അടിമയായി മതിമറന്ന് ഉല്ലസിച്ചിട്ടാണ് ഓരോ ആളുകൾ ഓരോന്ന് ചെയ്യുന്നത്. പെൺകുട്ടികളാണ്. ആ വില്ലയിൽ കുറച്ച് വില്ലന്മാരുണ്ട്. അവരെയൊക്കെ നമുക്ക് അടിച്ച് ചാടിക്കാം. ഈ കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. മാതാപിതാക്കളെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ആൺകുട്ടികൾ പല കാര്യങ്ങളാണ് ആ പെൺകുട്ടികളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രായം കഴിഞ്ഞാൽ പെമ്പിള്ളേർ ഉടുപ്പ് കെട്ടി ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ആണുങ്ങൾക്ക് പ്രലോഭനം ഉണ്ടാവും. അങ്ങനെ പ്രലോഭനം ഉണ്ടാവുമ്പോഴാണ് ഈ പെൺവാണിപ്പവും സ്ത്രീ പീഡനമൊക്കെ നടക്കുന്നത്. നമുക്ക് വേദന തോന്നാണ് ഇതൊക്കെ കാണുന്ന സമയത്ത്. പക്ഷെ നമ്മൾ അതെ, കോരസാറിന്റെ മോള് റോസി വയസ്സ് 14 തികഞ്ഞിട്ടില്ല. പക്ഷെ ആപ്പുസാരി കൊടുക്കാണ്ട് അവള് പെരക്കകത്തുനിന്ന് പുറത്തിറങ്ങിയാല ായിട്ട് വീഡിയോ എടുക്കാണ്. പക്ഷെ അവരെ എന്തുവാ ഇവിടെ രണ്ടാളും കൂടി എനിക്ക് ചീത്തപ്പേരുണ്ടാക്കി വെക്കുവോ? ഇതിനു വേണ്ടി തിരുത്താനോ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പള്ളിയിൽ കത്തിയും പിച്ചാത്തിയും പല കാര്യങ്ങളും കയറും. നിനക്കൊരു ഉപദേശം ഞാൻ തരാം, ഫ്രീ ആയിട്ട്. പെമ്പിള്ളേരുടെ ജീവിതം എന്ന് പറഞ്ഞ ഒരു ഞാൻമേൽ കളിയാണ്. വിട്ടതാ, പിന്നെ തിരിച്ചു കിട്ടുകയില്ല. രണ്ടാളും കൂടി ഇങ്ങനെ തുന്നിക്കൊണ്ടിരുന്നോ അവിടെ പാവയ്ക്കത്തോട്ടത്തില്? അവര് രണ്ടുപേരും കൂടി ആദമവൻ കളിക്കാ. വിലക്കപ്പെട്ട പാവയ്ക്കാൻ പൊട്ടിച്ചാവോ? പക്ഷെ ഈ വീഡിയോ എടുത്തിട്ട് ആളുകളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഉടനെ അവൻ ആനാമ്പള്ളം തെളിച്ച് പുറത്താക്കിയില്ലെങ്കിൽ ഒരു തൊട്ടിലും കെട്ടി രണ്ടാളും കൂടി ഇരുന്ന് താമര കണ്ണാനൂറ എന്ന് പറഞ്ഞിട്ട് വരും. അതുകൊണ്ട് അധികാരികളായ ആളുകള് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വിട്ടതാ, പിന്നെ തിരിച്ചു കിട്ടുകയില്ല. സൂക്ഷിക്കണം കേട്ടോ.